റോജിന്റെ സംവിധാന സംരംഭത്തിൽ രണ്ടാമത്തെ പടം വരുന്നു. നമ്മുടെ മലയാളത്തിൻ്റെന്ന് പറഞ്ഞ് എടുത്ത് വെക്കാൻ ഒരു പടം വരികയാണ്. ഭയങ്കര പ്രതീക്ഷയാണ് ആളുകൾക്ക്. ഞങ്ങൾ ഞെട്ടിക്കോ കത്തനാര്. ലോക സിനിമയിലേക്ക് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിരിക്കും കത്തന, ഒരു സംശയമില്ല. നമ്മളുടെ തന്നെ എപ്പിക്സിൻ്റെയും ഒക്കെ ചുവട് പിടിച്ചുകൊണ്ട്, നമ്മളുടെ മുത്തശ്ശി കഥകളുടെ ചുവട് പിടിച്ചുകൊണ്ട് അദ്ദേഹം 3-3.5 വർഷമാണ് ജയസൂര്യ എന്ന് പറയുന്ന നടൻ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ വളരെ ഡിഫറൻ്റ് ആയിട്ടല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ്. കത്തനാർ ലോക സിനിമയിലേക്കുള്ള ഇന്ത്യൻ സിനിമയുടെ, ഞാൻ മലയാളം സിനിമ എന്നല്ല പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യൻ സിനിമയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും സിനിമ. ഇപ്പം നമ്മുടെ മൈൻഡ്സ്കേപ്പ് പ്രൊഡക്ഷൻസ് എക്സ്ക്ലൂസീവ്ലി ആഡിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണല്ലോ. അപ്പോൾ ഈ ആഡ് എന്ന് പറയുമ്പോൾ ഫിലിമിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ടൈം നമുക്ക് ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ കുറഞ്ഞ വാക്കുകളിൽ കുറഞ്ഞ വിഷ്വൽസിൽ നമ്മൾ സ്റ്റോറി പറഞ്ഞു വെക്കണം. അത് എത്രത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്? അത് ശരിക്കും അത് ചലഞ്ചിങ് ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. സുവർണ്ണ പറഞ്ഞതുപോലെ തന്നെ ഈ 2 മണിക്കൂറിൻ്റെ കഥ പറയലും 10 സെക്കൻഡിൻ്റെ കഥ പറയലും എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ. തന്നെയല്ല നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് ഏതുതരം പ്രേക്ഷകരാണ് അത് കാണേണ്ടത് എന്നൊക്കെ പറയുന്ന കൃത്യമായൊരു മീഡിയ പ്ലാനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പരസ്യം ഉണ്ടാകുന്നത്. അപ്പം പലപ്പോഴും അല്ല എപ്പോഴും ക്ലയൻറ്റിനും ഏജൻസിക്കുമൊക്കെ വളരെ കൃത്യമായി ധാരണയുണ്ട് ഇത് എവിടെ കൊള്ളണം എന്നുള്ളത്. അപ്പോൾ അതൊരു പ്രോസസ്സ് നേരെ റിവേഴ്സാണ്. സിനിമയുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂൺ ഷോയിൽ ഒരു ഫ്രൈഡേ ആണ് ഡിസൈഡ് ചെയ്യുക ഇത് നമ്മൾ ഗംഭീരമെന്ന് പറയുന്ന ഒരു പരിപാടി ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. രണ്ട് തരത്തിലുള്ള പ്രോസസ്സാണ്. ടെക്നിക്കലി മാത്രമാണ് ചില സാമ്യങ്ങൾ സിനിമയുടെയും പരസ്യങ്ങളുടെയും കാര്യത്തിലുള്ളത്. മറ്റെല്ലാം ക്രിയേറ്റീവ് ലെവലിലടക്കം ഒരു ടാസ്ക്കാണ്. അതെ, രണ്ടും ഡിഫറെൻ്റ് ആണ്. 2 മണിക്കൂർ കൊണ്ട് എനിക്ക് 2 മണിക്കൂർ തന്നാൽ ഞാനൊരു കാര്യം പറയുന്നതും ഇതേ കാര്യം തന്നെ എന്നോട് 10 സെക്കൻഡോട് പറയുമ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അത് തികച്ചും പക്ക ഒരു കൊമേഴ്ഷ്യൽ പരിപാടിയാണ്. സിനിമയും ബിസിനസ്സാണ്, എന്നാലും രണ്ടിൻ്റെയും വ്യത്യാസമുണ്ട്. മറ്റേത് നമുക്കൊരു കുപ്പിയിൽ എണ്ണയുണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്. മറ്റേത് നമുക്ക് നമ്മുടെ ഇമോഷൻസാണ് നമ്മുടെ പ്രോഡക്റ്റ്. അത് ഒരാൾക്ക് കേട്ട് അല്ലെങ്കിൽ സിനിമയിലൂടെ ഇത് പറയുമ്പോൾ അയാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നത് അയാളുടെയും കൂടി മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും. അതെ, ഇപ്പം സിനിമ, സാഹിത്യം, അഡ്വർടൈസ്മെൻറ്റ്, ഇനി നെക്സ്റ്റ് നമ്മളൊരു ടെലിവിഷൻ ആസ്പെക്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ 2 സീസൺസും എലിമിനേഷൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ടെലിവിഷനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ടെലിവിഷൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് എല്ലാത്തിനും കാണുന്ന ഓഡിയൻസ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അതിൻ്റെ കാരണം അറിയാമല്ലോ. നമ്മൾ സിനിമ കാണാൻ നമ്മൾ പോകുമ്പോൾ സിനിമ മാത്രമാണ് നമ്മുടെ മനസ്സിൽ. വേണമെങ്കിൽ ഇടയ്ക്ക് കിട്ടാവുന്നൊരു പോപ്കോണോ ഒരു ചായയോ ഒക്കെ ഉള്ളൂ. മറിച്ച് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സിനിമ, അവിടെ നമുക്ക് ഒത്തിരി വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു കഥ, അതിന് നമുക്ക് ഒത്തിരി നമ്മൾ ഒരേ ആൾ തന്നെയാണ്, പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റ് വേറെയാണ്. നമുക്ക് വീട്ടിൻ്റെ അകത്ത് നമ്മളിരിക്കുക. അപ്പോൾ അതിന് വ്യത്യാസമുണ്ട്. ആ വീട്ടിലിരുന്ന് നമുക്കൊപ്പം കാണുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ 2 സീസൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിനെ ഒന്ന് അനലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താ? ബേസിക്കലി ബിഗ് ബോസിൽ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലെ കഥകൾ പുറത്തേക്ക് അങ്ങനെ പറയാൻ പാടില്ലെന്നാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ധാരാളം ആൾക്കാർ അതിനെക്കുറിച്ച് ഒത്തിരി കഥകൾ പറഞ്ഞുണ്ടാക്കുന്നതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണത്. നിങ്ങളെ കാണുന്നതെല്ലാം വളരെ റിയലാണ്, വളരെ സത്യസന്ധമാണ്. ആരൊക്കെ എന്തൊക്കെ അതിനെക്കുറിച്ച് കഥകൾ പറഞ്ഞുണ്ടാക്കിയാലും എനിക്ക് അറിയാവുന്ന, ഞാൻ കൂടി ഇടപെട്ട 250 പേരോളം വരുന്ന ടെക്നിക്കൽ ഗ്രൂപ്പിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്കുണ്ടായിരുന്നത് ശരിയാണ്. പക്ഷേ ഈ 250 പേരുടെയും വലിയൊരു അധ്വാനത്തിലൂടെയാണ് ആ ഷോ പുറത്തേക്ക് വരുന്നത്. അതിൽ വേറെ ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻസിന് സ്പേസ് ഇല്ല. നമ്മൾ ഈ കായകൽപ്പ ചികിത്സ എന്നൊക്കെ പറയില്ലേ, അതുപോലെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു പരിപാടി. നമ്മളെ റിജുവിനേറ്റ് ചെയ്യാനും നമ്മളുടെ ഉള്ളിലെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ ഇൻഹിബിഷൻസൊക്കെ മാറാനും ഒക്കെ ആയിട്ട് അതിനെ വളരെ പോസിറ്റീവായിട്ട് അതിനെ എടുത്താൽ അത്തരത്തിൽ റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ട് അതിൽ വിജയിയാവൽ എന്നതിനേക്കാൾ കൂടുതൽ അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ കാലത്ത് നമുക്ക് വേണമെങ്കിൽ പരീക്ഷ നോക്കാവുന്നതാണ്. സാറിന് മുന്നിൽ കിട്ടിയിട്ട് ഇത് ചോദിക്കാതെ വിട്ടാൽ കമൻറ്റിലായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോവുക. റോജിൻ്റെ സംവിധാന സംരംഭത്തിൽ രണ്ടാമത്തെ
രണ്ടാമത്തെ പടം വരുന്നു. ഭയങ്കര പ്രതീക്ഷയാണ് ആളുകൾക്ക്. ഗോകുലത്തിന്റെ വലിയൊരു പ്രൊഡക്ഷൻ ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ, VFX 3D പറഞ്ഞ് നമ്മൾ ഒരുപാട് നമ്മുടെ മലയാളത്തിൻ്റെന്ന് പറഞ്ഞ് എടുത്ത് വെക്കാൻ ഒരു പടം വരികയാണ്, കത്തനാര്. അപ്പോൾ അതിന്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഞങ്ങൾക്ക് തരണം പ്ലീസ്. കണ്ടോ, എനിക്ക് മനസ്സിലായി. അതിന്റെ ആ സിനിമയെ കുറിച്ച് ഒരു വാക്ക് പോലും പുറത്തു പറയാനുള്ള അനുവാദമില്ല. ഞങ്ങളെ ഞെട്ടിക്കോ കത്തനാര്? ലോക സിനിമയിലേക്ക് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിരിക്കും കത്തനാർ, ഒരു സംശയമില്ല. ഹോളിവുഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തേക്ക്. കാരണം നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ള വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട വാക്കാണ്. ഇവിടെ ഞാനത് ഉപയോഗിക്കും. ഞാൻ ഏറ്റവും കുറച്ച് ഭാഗ്യം എന്ന് പറയുന്ന പരിപാടിയിൽ ഏറ്റവും കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരു കാര്യം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭാഗ്യം എന്നൊക്കെ എന്ന അടിക്കുറിപ്പോടുകൂടി അല്ലെങ്കിൽ തലക്കെട്ടോടുകൂടി നമ്മൾ പറയുക, നടന്നതിന് ശേഷമാണ് പറയുക. അപ്പോൾ നമ്മുടെ എത്രയോ നാളത്തെ അധ്വാനം കൊണ്ടാണ് സംഭവം നടക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഹോം എന്നത് ഏറ്റവും ഹോംലി ആയിട്ടുള്ള നമ്മുടെ ഹൃദയം തൊട്ട സിനിമയാണ്. അതിന് കാരണം അത്ര കണ്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് അച്ഛനെയും അമ്മയും ഒക്കെ കഥാപാത്രങ്ങളാക്കി മനസ്സങ്കല്പിച്ചിട്ട് എഴുതപ്പെട്ടിട്ടുള്ള സ്ക്രിപ്റ്റായിരുന്നു ഹോമിൻ്റെ. അതുപോലെ തന്നെയാണ് റോജിൻ ഇന്നത്തെ സാഹചര്യത്തിലെ ടെക്നോളജിയുടെ എല്ലാ സാധ്യതകളും ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മൾട്ടിവേഴ്സ് സിനിമകളുടെ അതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. മൾട്ടിവേഴ്സ് സിനിമകളും മാർവൽ ഫിലിംസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് എന്താണ്? ഐതിഹ്യമാല എന്ന വലിയൊരു കത്തനാരെ നമ്മൾ ഏറ്റവും ആദ്യം പരിചയപ്പെടുന്നത് ഐതിഹ്യമാലയിലൂടെയാണ്. അപ്പോൾ നമ്മളുടെ തന്നെ എപ്പിക്സിൻ്റെയും ഒക്കെ ചുവട് പിടിച്ചുകൊണ്ട്, നമ്മളുടെ മുത്തശ്ശി കഥകളുടെ ചുവട് പിടിച്ചുകൊണ്ട്, കഥ കൃത്യമായി ഉള്ള കഥയുടെ ഒരു പ്ലാറ്റ്ഫോം സ്ട്രോങ് ബേസ് വെച്ചുകൊണ്ട് ഇന്നുള്ള എല്ലാ ടെക്നോളജിയോടും ഉപയോഗിക്കുന്ന ജയസൂര്യ പോലൊരു ഗംഭീരൻ പെർഫോമറുടെ അദ്ദേഹം 3-3.5 വർഷമാണ് ജയസൂര്യ എന്ന് പറയുന്ന നടൻ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ വളരെ ഡിഫറൻ്റ് ആയിട്ടല്ലേ, ഞാൻ മേരിക്കുട്ടിയും സുധിവാത്മികവും അപ്പോത്തിക്കിരിയും യോബിൻ്റെ പുസ്തകത്തിലെ കഥാപാത്രമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ചലഞ്ചസ് എപ്പോഴും ഏറ്റെടുക്കാൻ ഇന്ത്യയുടെ മലയാളികളുടെ ക്രിസ്ത്യൻ ബെയിൽ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ പണിയെടുക്കുന്ന ആളാണ്. അപ്പം ജയൻ അതിനുവേണ്ടി അതുപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അനുഷ്ക ഷെട്ടിയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നത്. പിന്നെ മാറബോയും നമ്മളെക്കുറിച്ച് നമുക്ക് കത്തനാരെക്കുറിച്ച് ഏതൊക്കെ ഇൻഫർമേഷൻസ് നമുക്കുണ്ടോ ആ ഇൻഫർമേഷൻസിൻ്റെ ഇടയിൽ അതിൽ ചില സൈലൻസസ് ഉണ്ട്. ഐതിഹ്യമാലയിലും കത്തനാരുടെ കഥ പറയുമ്പോൾ ചില അർത്ഥഗർഭമായ നിശബ്ദതകളുണ്ട്. അതിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ MD സാറ് 2-ാം എഴുതിയപ്പോൾ അദ്ദേഹത്തോട് എങ്ങനെ അത് എഴുതി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൽ വേദവ്യാസർ മഹാഭാരതം എഴുതുമ്പോഴും അതിൽ ചില സൈലൻസസ്, ചില നിശബ്ദതകൾ ഉപേക്ഷിച്ചിരുന്നു. അതാണ് ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഇങ്ങനെ കൂടി ആയിരിക്കില്ലേ എന്ന് ചിന്തിച്ചു എന്ന് പറയുന്ന പോലെ അത്രയൊന്നും ഇല്ലെങ്കിലും കത്തനാരിലെ ഈ ഐതിഹ്യമാരിലെ കഥയിലെ ചില നിശബ്ദതകൾ ഏറ്റവും ഭംഗിയായി, ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട്. ഇപ്പം ഞാൻ എടുത്ത് ചോദിക്കാനും കൂടി ഒരു കാരണമുണ്ട്. ഇപ്പം ഗ്ലിംസസ് ഇറങ്ങിയ സമയത്ത് ചില വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് വരും. നമ്മൾ മലയാളികളാണ് പ്രേക്ഷകരായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ഹോംലി ഫീൽ ആ പടത്തിനോട്. അപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ഒരു ഇപ്പൊ ടെക്നിക്കലി അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നതൊക്കെ. അപ്പോൾ ആ ഒരു സെറ്റിലെ ലൊക്കേഷനിൽ ആ ഒരു ഫീലും ഉണ്ടായിരുന്നു, ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സിന്റെ ഒക്കെ. റോണക്സ് ആണ് ഇതിലെ മേക്കപ്പ് ആൻഡ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്, ഓരോ കഥാപാത്രങ്ങളുടെയും സ്റ്റൈൽ. അപ്പോൾ ഞാനൊന്നും എനിക്ക് ഉറപ്പുണ്ട് എന്നെ ഒന്നും കണ്ടാൽ നിങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയില്ല. അതുപോലെ ആ കഥാപാത്രകനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. പിന്നെ അത്രയും വലിയൊരു പ്രൊഡക്ഷനാണ്. ഗോകുലം ഗ്രൂപ്പിനല്ലാതെ മലയാളത്തിൽ ഇത്രയും വലിയൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല, സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മൾ 200 ദിവസം നമ്മൾ പടം ഷൂട്ട് ചെയ്തു. ഇനി ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, 4-5 ദിവസം കൂടെ കഴിഞ്ഞാൽ പടം തീരും. അപ്പോൾ ആ സിനിമയെക്കുറിച്ചിട്ട് എനിക്ക് അതിൻ്റെ പുറത്തുള്ള കഥകളെ പറയാൻ പറ്റുള്ളൂ. അകത്തുള്ളത് പറയണമെങ്കിൽ തീർച്ചയായിട്ടും റോജിൻ തന്നെ അനുവദിക്കണം. റോജിൻ തന്നെ അത് പറയട്ടെ. കാരണം അത് റോജിന് മാത്രം അല്ലെങ്കിൽ ആ ടീമിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഞാൻ ഓടിക്കേറിയത് പറയുന്നത് ശരിയല്ല. ജയസൂര്യ എന്ന് പറയുന്ന മലയാളികൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ്. ഞാൻ ജയസൂര്യ പോലെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വേറെ നടനില്ല. അപ്പോൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര കണ്ട് പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഇപ്പം പ്രേക്ഷകർ അതിനെക്കുറിച്ചിട്ട് അത്ര പ്രതീക്ഷയോടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഭയങ്കരമായിട്ട് കൂടുന്നു. തീർച്ചയായിട്ടും ഞാൻ റോജിൻ്റെ ടീമിനോടും ഞാൻ ഈ കാര്യം പറയാം. ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് ഭയങ്കര യങ്ങാണ്. അതേസമയത്ത് തന്നെ ചലഞ്ചുകൾ ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ട്. അതൊക്കെയാണ് ഈ സിനിമയിലൂടെ പ്രേക്ഷകർ കാണാൻ പോകുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പടം മലയാള ഇൻഡസ്ട്രീൻ്റെ തലവര മാറ്റുമെന്ന്. സാറിന് എന്താ തോന്നുന്നത്? ഈ തലവര എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന ചില വാക്കുകളാണ്. എനിക്ക് പറയാനുള്ളത് ലോക സിനിമയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ്. കത്തനാർ ലോക സിനിമയിലേക്കുള്ള ഇന്ത്യൻ സിനിമയുടെ, ഞാൻ മലയാളം സിനിമ എന്നല്ല പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യൻ സിനിമയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും സിനിമ. 15ഓളം ഭാഷകളിലാണ് സിനിമ ഇറങ്ങുക.
അപ്പോൾ തന്നെ ഊഹിക്കാം ഒരു സിനിമയുടെ വ്യാപ്തിയും വലിപ്പവും. അത്ര കണ്ട് ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണ് ഗോകുലം ഗ്രൂപ്പ് ഇത്രയും ഭാഷകളിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറാവുന്നത്. ഇപ്പോൾ പല ജീവിതത്തിലെ തന്നെ അല്ലെങ്കിൽ വർക്ക് മേഖലയിലെ പല ആസ്പെക്ട്സിനെ കുറിച്ച് തൊട്ടും തൊടാതെയൊക്കെ നമ്മൾ വന്നത്. ഈ സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരാളാണ്. ഒരു ക്യാപ്ഷൻ, അതായത് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്ത് എഴുതിയിട്ടതിൽ ഏറ്റവും അടിയിൽ ഒരു ലൈനുണ്ട്, ഇനി വരുന്ന കാലത്ത് മലയാള സിനിമ യുവത്വത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ് എന്ന ഒരു ഹോപ്പ്. അപ്പം ഈ സിനിമ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നതിൽ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ കാലത്ത് ആൾക്കാർ പഴയ കാലത്ത് നിന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇവോൾവ് ചെയ്താണ് സിനിമ കാലങ്ങൾ കഴിയുന്തോറും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് മലയാള സിനിമയെ കുറിച്ച്? അയ്യോ, വലിയ പ്രതീക്ഷകളാണ്. കാരണം ഓരോരോ കാലത്തും എല്ലാ കലാസൃഷ്ടികളും എല്ലാം ഉണ്ടായിട്ടുള്ളത് ആ കാലഘട്ടത്തിലെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോഴും എല്ലാ മേഖലയിലുമുള്ള വളർച്ചയുടെ അടിസ്ഥാനം ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി, IT-യുടെ വരവോട് കൂടിയിട്ട് ലോകം മുഴുവൻ നമ്മുടെ ഫിംഗർ ടിപ്പിലാണ്. നമുക്ക് ഇൻഫർമേഷൻസ് നമ്മുടെ വിരലിൻ്റെ അറ്റത്തുണ്ട്. അതിനെ എത്രമാത്രം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ മുമ്പോട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനം. അപ്പോൾ അതത് കാലങ്ങളിൽ ആ തരത്തിലുള്ള സാങ്കേതികതകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ ആ ശാസ്ത്രത്തിൻ്റെ വളർച്ചയൊക്കെ അത് എത്രമാത്രം ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ മുമ്പോട്ടുള്ള പുരോഗതി. ഏത് രാജ്യത്തെ എടുത്ത് നോക്കിയാലും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ചില രാജ്യങ്ങൾ നമുക്ക് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നമ്മൾ പറയുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കുള്ള പരിമിതികൾ വെച്ചുകൊണ്ട് വലിയ മാജിക്കുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ പണിയെടുത്തിട്ടുള്ളത് ഞാൻ പ്രിയദർശൻ സാറിനോട് വർക്ക് ചെയ്യുന്ന കാലത്ത് തന്നെ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ ബോംബെയിലും ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും മലയാളത്തിലൊക്കെ എനിക്ക് പണിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ 50 ദിവസം കൊണ്ടും 1.5 വർഷം കൊണ്ടൊക്കെ തീർന്നിരുന്ന സൂപ്പർ സ്റ്റാർ സിനിമകളെ 50 ദിവസം കൊണ്ടും 55 ദിവസം കൊണ്ടൊക്കെ, സൽമാൻ ഖാനെയൊക്കെ വെച്ച് നമ്മൾ 50 ദിവസം കൊണ്ടാണ് സിനിമ തീർന്നിട്ടുള്ളത്. അക്ഷയ് കുമാറും സുനിൽ ഷെട്ടിയും പരേഷ് റാവലൊക്കെ അഭിനയിച്ച മലയാളത്തിൽ നമ്മൾ റീമേക്ക് ചെയ്ത് രാംജി റാവ് സ്പീക്കിംഗ് റീമേക്ക് ആയിട്ടുള്ള ഹെയർ ഓഫ് ഫെയറി ഇന്നും ചർച്ചയായിട്ടുള്ള സിനിമ അത് നമ്മൾ തീർത്തത് 57 ദിവസം കൊണ്ടാണ്. അന്ന് 1.5 ദിവസം കൊണ്ട്. അപ്പം എല്ലാ കാലത്തും മലയാളി ഇതിനൊക്കെ മികച്ച ആൾക്കാരാണ്. ഇപ്പോഴും സിനിമയിലെ ടെക്നീഷ്യൻസിനെ എടുത്തു നോക്കിയാൽ അതിൽ 95% അഭിമാനത്തോട് പറയാം മലയാളികളാണ്. നിങ്ങൾ ബോംബെ പോയാലും തെലുങ്ക് നാട്ടിൽ പോയാലും തമിഴ്നാട്ടിൽ പോയാലും കന്നഡത്തിൽ പോയാലും ഉറപ്പായും ഞാൻ വെല്ലുവിളിക്കുന്നു, ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും ടെക്നീഷ്യൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ, പിവറ്റ് റോളിലിരിക്കുന്ന പ്രൊഡക്ഷൻ ഡിസൈനർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, മറ്റാൾക്കാരായിക്കോട്ടെ, മലയാളികളുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ അതിന് അപ്പുറത്തേക്കൊരു ഉത്തരവില്ല. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുവന്ന വഴി. അവിടെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, കേരളത്തിൽ കിട്ടുന്ന അവസരങ്ങൾ, ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ ആഫ്റ്റർ കോവിഡ് നമ്മൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വക തിരിക്കാം. ആഫ്റ്റർ കോവിഡ് നമ്മൾ കണ്ടിട്ടുള്ളത് ഓരോ സിനിമകളും എടുത്തു നോക്കിക്കോളൂ, ഏതാണ്ട് എല്ലാം ഡെബ്യൂ സിനിമകളാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന മാജിക്ക് കാണുമ്പോൾ അറിയാണ്ട് നമ്മൾ എഴുതി പോകും. മഞ്ഞുമൽ ബോയ്സ് എഴുതിയത് ആ ഒരു സാഹചര്യത്തിലാണ്. മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ചിദംബരം എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ സതീഷ് പൊതുവാൾ, സതീഷ് ചേട്ടൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എനിക്ക് ചിദംബരത്തിൻ്റെയും ഗണപതിയുടെയൊക്കെ അച്ഛനുമായിട്ടാണ് പരിചയം, വളരെ ക്ലോസ് ആണ് ഞങ്ങൾ. അപ്പോൾ അന്ന് തന്നെ ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇപ്പം ജാനേമൻ എന്ന സിനിമ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ബിജിപാലിൻ്റെ കൂടുതലൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ ബിജി പറയാറുണ്ട് എങ്ങനെയാണ് പുതിയ ആൾക്കാരുടെ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ കുറെ കൂടി ഊട്ടിയുറപ്പിക്കുക എന്നായിരുന്നു ആ സിനിമ. പിന്നെ ആ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും ഒരു ഫിലിം സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ ആ സിനിമ കണ്ടത്. എനിക്ക് ഒരു കുറച്ചിലുള്ളത് പറയാനായിട്ട്. കാരണം ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമ കണ്ടിട്ട് നമ്മളൊക്കെ ഇനി എന്ത് സിനിമയാണ് പറയേണ്ടതെന്ന് ചോദിച്ചൊരു സംവിധായകൻ്റെ അസിസ്റ്റൻ്റാണ് ഞാൻ. അത്ര ധൈര്യമായിട്ട് ഞാൻ ഇനിയും ഒത്തിരി പഠിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ പ്രിയദർശൻ സാറിൻ്റെ അസിസ്റ്റൻ്റാണ് ഞാൻ. കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിട്ട് സാറിനോട് പറഞ്ഞതാണ്, എടോ നമ്മളൊക്കെ ഇനി എന്ത് പറയും എന്ന് വളരെ ആങ്സൈറ്റിയോടെ ചോദിച്ച ആളാണ്. ഞാനിപ്പോൾ അത് തുറന്നു പറയുകയാണ്. അത് പറയുന്നതുകൊണ്ട് സാറിന് ബുദ്ധിമുട്ടില്ലാന്ന് എനിക്കറിയാം. പ്രേമലു എന്നൊരു സിനിമ ഞങ്ങൾ ഒരുമിച്ച് പോയാൽ കണ്ടത്, ഞാനും സാറിന് ഒരുമിച്ച് പോയാൽ കണ്ടത്. അപ്പോൾ ഇതിനെയൊക്കെ മുതിർന്ന സംവിധായകർ 97ാമത്തെ സിനിമ ചെയ്യാൻ പോകണം പ്രേം സാറ്. ഈ 97ാമത്തെ സിനിമ ചെയ്യാൻ പോകുന്ന സാറാണ് പ്രേമലു വളരെ ആവേശത്തോടെ കൂടി നമ്മുടെ കൂടെ തിയേറ്ററിൽ വന്നിരുന്ന് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ മുതിർന്നവരും, അതായത് എത്രയോ നാളായി സിനിമയിലുള്ള ലെജൻഡറി ആയിട്ടുള്ള 28 ദിവസം കൊണ്ട് 35 ദിവസം കൊണ്ട് തേന്മാകുമ്പത്തിന് സിനിമ ചെയ്തത് 28 ദിവസം കൊണ്ട് ചെയ്ത സോങ്ങിന് 35 ഡേയ്സിൽ തീർത്ത പടമാണ് തേന്മാകുമ്പത്ത്. 18 20 ദിവസം കൊണ്ട് തീർത്ത സിനിമയാണ് മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു പറഞ്ഞ സിനിമ. അപ്പോൾ അന്നത്തെ കാലത്ത് അതിനും 15 തിയേറ്ററിലാണ് താളവട്ടം എന്ന് പറഞ്ഞ സിനിമ റിലീസായത്. ഇന്നിപ്പോൾ നമുക്കൊരു സിനിമ റിലീസാവാൻ 3000 സെൻറ്ററുകളാണ്. മോഹൻലാൽ സാറിൻ്റെ സിനിമ ഉണ്ടെങ്കിൽ 3000 സെൻറ്റർ റിലീസാവും. അപ്പോൾ രണ്ടും കണ്ടവർ പോലും പുതിയ സിനിമകളെ, പുതിയ കാലത്തെ സിനിമകളെ ഇത്ര ഓപ്പണായിട്ട് കാണുമ്പോൾ എന്നെപ്പോലുള്ള ആൾക്ക് അത് വലിയ പ്രതീക്ഷയല്ലേ. അത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ.
ഒരു അപ്ഡേറ്റും കൂടെ ചോദിച്ചോട്ടെ. ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയോ? അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി ഷൂട്ട് തീരാണ്ടെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആക്ഷൻ ഹീറോ ബിജു 2 അതിൽ ആ പരിപാടിയിൽ ഞാനില്ല. വണ്ണിൽ തന്നെ എന്റെ കഥാപാത്രം കഴിഞ്ഞു. 2 ഒരു വേറെ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ബ്രിഷൻ സാറുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കിങ്ങനെ ഒരു എന്നെ കണ്ട്, അതൊക്കെയാണ് ഒരു വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത്. നമ്മളെ കണ്ടപ്പോൾ, ഞാൻ വെറുതെ സെറ്റിൽ പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രമായിട്ട് എന്നെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഇതിൽ ഞാനില്ല, 2 ഞാനില്ല. പക്ഷേ 2 വർക്ക് നടക്കുന്നു. നിവിൻ പോളിയുടെ അടുത്ത പരിപാടിയായിട്ട് അത് മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ്. എനിവേസ് ഒരുപാട് വിശേഷങ്ങൾ ഈ കുറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. കത്തനാറടക്കം വരാനിരിക്കുന്ന എല്ലാ പ്രൊജക്റ്റുകൾക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ വിശ്വാസം നേരാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ. താങ്ക് യു. വളരെ സന്തോഷം. നമുക്ക് ഇനി കാണാം. താങ്ക് യു സർ.